തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഡീൽ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കളം നിറയുമ്പോൾ ജനാധിപത്യ രീതിയിൽ സർക്കാരിനെ വിലയിരുത്തേണ്ട ചർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. എത്രമാത്രം നമ്മുടെ നാട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് വികസിച്ചു? വികസനം, വിലക്കയറ്റത്തിൽ ജനത്തിന്റെ കൈ പൊള്ളുന്നുണ്ടോ? വിലക്കയറ്റം, യുവാക്കളെ തൊഴിലില്ലായ്മ അലട്ടുന്നുണ്ടോ? തൊഴിലില്ലായ്മ എന്ന വിഷയം, ഭരണതലത്തിലെ അഴിമതി ആരോപണങ്ങളിൽ പൊതുജനത്തിന് എന്ത് പറയാനുണ്ട്? അങ്ങനെ വിവിധ വിഷയങ്ങൾ സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുകൾ വിള്ളലുണ്ടാക്കുന്നു. ഈ നിരവധി വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നോക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന്. ലെറ്റ്സ് സ്പിൻ ദ വീൽ. അപ്പോൾ വികസനമാണോ അതോ വിവാദങ്ങളാണോ അതല്ല തൊഴിലില്ലായ്മയാണോ? എന്താണ് ഇന്ന് നമ്മുടെ പൊതുജനങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം? അത് വികസനം തന്നെയാണ്. ഇന്നത്തെ വിഷയം വികസനമാണ്. കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ നാടിന്റെ വികസനം എങ്ങനെ, നമ്മുടെ നാട് വികസിച്ചോ? പൊതുജനത്തിന് പറയാനുണ്ട്. അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കേരളം അങ്ങോളം ഇങ്ങോളം നമ്മുടെ പ്രതിനിധികൾ നാട്ടുകാരെ നേരിട്ട് കണ്ട്, വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരോട് തേടിയ അഭിപ്രായ പ്രകടനമാണ്. വികസന വിഷയങ്ങളിൽ നമ്മുടെ നാട് വികസിച്ചോ ഇല്ലയോ എന്ന് പൊതുജനങ്ങൾ പറയുന്നു. കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതിനൊപ്പം തന്നെ പല കാര്യങ്ങളും പുറകോട്ടും വന്നിട്ടുണ്ട്. നല്ല രീതിക്കാണ് കാണുന്നത്. ഇടത് വർഷം തന്നെ വരട്ടെ. എല്ലാവരും പൊറുതിമുട്ടി നിൽക്കണേ. ജനങ്ങളൊക്കെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വികസനം നല്ല രീതിയിലാണ് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കേരളം നമ്പർ 1 ആണെന്ന് പറച്ചിലല്ലാതെ ഇവിടെ ഒരു പുരോഗതി, ഒരു വികസനവും ഇല്ല. വികസനം കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മാറ്റങ്ങളുണ്ട്. ആര് വന്നാലും നല്ല രീതിയിലുള്ള ഭരണം നടത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഒരു മാറ്റം ആവശ്യമാണ്. LDF സർക്കാരിൻ്റെ വികസനം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വികസനമാണ്. കാരണം ഇപ്പോൾ റോഡുകളൊക്കെ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്. 10 വർഷം മുന്നേയുള്ള റോഡുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും തമ്മിലടിയല്ലേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അല്ലേ? അതല്ലേ ഇവിടെ കൂടുതൽ നടക്കുന്നത്. ഇതുവരെയ്ക്കും നമുക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുമില്ല. നല്ല റോഡുകൾ, മറ്റുള്ള എല്ലാവിധ വിദ്യാഭ്യാസ മേഖലകളിലായിരുന്നാലും എല്ലാ രീതിയിലും നോക്കിയാലും നല്ല ഇതായിട്ട് തന്നെ നമ്മൾ തോന്നിയിട്ടുള്ളത്. വികസനം എന്ന് പറയാൻ വേണ്ടി കേരളത്തിലൊന്നും എടുത്തു പറയത്തക്ക രീതിയിൽ 10 വർഷം കൊണ്ടുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ അതിനെപ്പറ്റി സാധാരണക്കാരൻ്റെ ജീവിതം എല്ലാവരും ഉയർത്തുന്നതിന് വേണ്ടി യാതൊരു സംവിധാനങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് പിന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വികസനം കുറവാണ്. അവരെ കീശ നിറയ്ക്കാനേ നോക്കുന്നുള്ളൂ. ഈ ഭരണം ഒന്ന് മാറണം. കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലും വികസനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ 10 വർഷം കൊണ്ട് നമുക്ക് എണ്ണി പറയാവുന്ന ഏറെ വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വികസനം, ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഈ തുടർഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അങ്ങനെയാണ് നമ്മുടെ പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത്. വികസനം നടന്നു, അല്ലെങ്കിൽ വികസനം നല്ല നിലയിൽ മുന്നോട്ട് പോയി, അത് തുടരണമെന്ന്, തുടർഭരണം നൽകണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതല്ല, ഒരു ഭരണമാറ്റം വേണം, അഴിമതി ഉണ്ടായി, ആരോപണങ്ങൾ, വിവാദങ്ങൾ ഒരുപാടുണ്ടായി എന്ന പ്രതികരണം വന്നു. ഏതായാലും ഇതൊക്കെ ഇനിയുമുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ വിഷയങ്ങളായി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലും. അവരെന്തൊക്കെയാണ് ഈ ഓരോ വിഷയങ്ങളിലും അവരുടെ അഭിപ്രായം, അത് ഓരോ മുൻനിരയിലെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതാണ് നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.